ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായവും അവരുടെ ഊഹവുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അല്ലാതെ എന്റെ മാത്രം ഒരു തോട്ടോ ഭാവനാ സങ്കല്പമോ ഒന്നുമല്ല. അത് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യമായിട്ട് പറഞ്ഞേക്കാം. കണ്ടപ്പോ തോന്നിയിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇത്രയും സമയക്കുറവ് നെസ്റ്റിന് വന്നത് എന്നുള്ളത്. ഇതില് ബിഗ് ബോസ് കളിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആദ്യത്തെ കാരണം ബൗളുകൾ ഇരിക്കുന്ന പെഡസ്റ്റലുകൾ ലേബിൾഡ് ആയിരുന്നു. ടണലിന്റെ പെഡസ്റ്റലിൽ ടണൽ എന്ന് എഴുതിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. നെസ്റ്റിന്റെ പെഡസ്റ്റലിൽ നെസ്റ്റ് എന്ന് എഴുതിയിരുന്നു. അങ്ങനെ എല്ലാ ടീമിനും അവരുടെ ടീം നെയിം എഴുതിയ പെഡസ്റ്റലാണ് കൊടുത്തത്. എല്ലാ പെഡസ്റ്റലും എല്ലാ ബൗളും ഒരേപോലെയാണ് എന്നുണ്ടെങ്കിൽ, ഒന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പെഡസ്റ്റലിൽ പേര് എഴുതിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നെസ്റ്റിനെ ജയിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു ഒപ്പീര് അവരുടെ ബൗളിൽ ഉണ്ടായിരുന്നോ? അല്ല, അതിനെക്കുറിച്ച് പറയാം. ഇനി നെസ്റ്റിന്റെ ബൗളില് വെറുതെ പേപ്പർ ബിറ്റുകൾ വിതറിയിട്ടു. എന്നിട്ട് വേറുള്ളവരുടെ ബൗളില് പേപ്പർ ബിറ്റുകൾ ഇട്ട് കൈകൊണ്ട് അമിക്കി വെച്ചു. ഇത് വെക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കൈകൊണ്ട് അത് അമിക്കി വെച്ചു. അതായിരുന്നു ഊതി പറപ്പിക്കാൻ ഇത്രയും പാടുപെട്ടത് വേറുള്ളവര്. നെസ്റ്റിന്റെ ബൗളില് ഇങ്ങനെ ഒപ്പിച്ച് വെച്ചോണ്ടാണ് പേരുകൾ എഴുതിയ പെഡസ്റ്റല് എല്ലാവർക്കും കൊടുത്തത്. അബദ്ധത്തിൽ ഡെന്നൊന്നും ജയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവരുടെ ബൗൾ ഒരു 10-30 സെക്കൻഡ് കൂടുതൽ അമക്കി വെച്ചു. പെട്ടെന്നൊന്നും അത് പറന്നു പോകാൻ പാടില്ല എന്ന് ഓർത്തിട്ട്. ഇത് ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എന്റെ മാത്രം ഭാവനാ സങ്കല്പമോ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സോ അല്ല. ഇങ്ങനെ നടന്നിരിക്കാം, നടക്കാതിരുന്നിരിക്കാം, ഫെയർ ആയിട്ടായിരിക്കാം നടന്നത്, നമുക്കൊന്നും അറിയത്തില്ല. ഊഹിക്കാനും പിന്നെ ഫാൻ തിയറീസ് പറയാനും മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇത് കുറച്ചൊരു ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. എന്തിനാണ് പേരുകൾ എഴുതിയ പെഡസ്റ്റൽ കൊടുത്തത്? അല്ലാത്ത പെഡസ്റ്റൽ കൊടുത്താൽ പോരായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം അതൊക്കെയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.